നിങ്ങൾ ആക്ച്വലി എല്ലാരും ഇങ്ങനെ ഒരു ഫ്രെയിമിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ വന്ന് ചിലപ്പോ പറയും നിന്നെ പോലെ അല്ലല്ലോ മോള്, എന്താ അങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷുകാരനല്ലേ കല്യാണം കഴിച്ചത്. ആള് മതി എന്റെ ഭാര്യന്ന് തോന്നാനുള്ള ഒരു റീസൺ എന്താ? അറബി കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ മതപരമായിട്ട് എല്ലാത്തിനും ക്ലിയർ ആയിരിക്കും. പിന്നെ അത്യാവശ്യം കാണാനും കുഴപ്പമില്ല. മെയിനായിട്ട് ഉമ്മ നല്ല ഹാർഡ് വർക്ക് ചെയ്യും, കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യും. അത്ര ഇടയിൽ റെസ്റ്റ് ഒന്നും അത്ര എടുക്കാറില്ല. ആ ക്വാളിറ്റീസേ പറയാൻ പറ്റില്ല. എന്ന് റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ പണിയെടുത്താ. ഷീസ് എ വെരി ബിഗ് വർക്കഹോളിക്. ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ കഷ്ടം കൊണ്ട്. അമ്മിനെക്കാട്ടിയും ലൈക്ക് ആദ്യം ഞാനായിരുന്നു ബോൾഡ്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നല്ല നല്ല ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇവരുടെ ഒരു ഭാര്യ മാത്രമായിട്ട്, ഇവരുടെ കുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 17 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അത് ആലോചിക്കുമ്പോ സങ്കടമുണ്ട്. ഓൾവേസ് മക്കള് വലിയ കുട്ടികളെ കിട്ടി അതൊക്കെ ഓക്കെയാണ്. ഞാൻ മരിക്കുന്നവരെയും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും. ഞങ്ങള് തമ്മില് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാതെ ചെയ്തു. അതായത് ഫാമിലി തന്നെ ഡിസ്പ്യൂട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 വർഷം മുമ്പ്. അപ്പൊ വീട് പോലും ബാങ്ക് കൊണ്ടുപോകേണ്ട വീടാണ് നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്നത്. എന്റെ 1 സെക്കൻഡിന് വരെ ഞാൻ ഇത്ര പൈസ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മുന്നോട്ട് പോയത്. 4-ാം മാസം തൊട്ടിട്ട് പ്രസവവേദന, എക്സാക്ട് പ്രസവവേദന ഒരു അരമണിക്കൂറൊക്കെ നിൽക്കും. ലേബർ റൂമിൽ കരയുന്ന പോലെ റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന പോലെ നിന്നിട്ടൊക്കെ ആയിരിക്കും കരച്ചില്. ജീവൻ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. മുത്തിന് മുന്നിൽ കുറെ നാണക്കേടൊക്കെ വരും. ഓരോരുത്തർ ഈ പട്ടി പ്രസവിക്കുന്ന പോലെ അല്ലെങ്കിൽ പന്നി പ്രസവിക്കുന്ന പോലെ. അപ്പൊ എങ്ങനെ ഈ 9 മാസം കൊണ്ട് ഇത് തീർത്തതൊക്കെ? ഓരോ മാസം ചിലപ്പോ 1 ലക്ഷം, ചിലപ്പോ 2 ലക്ഷം, അങ്ങനെ ചിലപ്പോ കൂട്ടി വെച്ചിട്ട് 5 ലക്ഷം ഒക്കെ ആക്കിയിട്ട് ആളുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം കെട്ടിയിട്ട് പോവാം. പെട്ടെന്ന് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. അതിന് എനിക്ക് വേണ്ട ഒരു ടൈം, ഞാൻ എടുത്തൊരു ടൈം എന്ന് പറയുമ്പോൾ 4 വർഷമാണ്. വെറൈറ്റി വീഡിയോ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എന്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹോൾ ഫാമിലി ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഓൾറെഡി ഇവരുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ട് നിങ്ങൾക്ക് ഭയങ്കര പരിചയമായിട്ടുള്ള ആൾക്കാരാണ്. സോ ഞാൻ വലിച്ചു നീട്ടി ബോർ എടുപ്പിക്കുന്നില്ല. നമ്മുടെയൊക്കെ സ്വന്തം സെല്ലു ടോക്സ് കേട്ടില്ലേ? നമ്മുടെയൊക്കെ സ്വന്തം സെല്ലു ടോക്സ്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങോട്ട് ഇവിടെ ചളിയൊക്കെ കേട്ട് അവൾക്കും ചിരിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ വല്ലതും പറയുന്നത്? പറയും. ഇല്ല അന്ന് എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ? കിടന്നുറങ്ങി. ശാന്തി സമാധാനമായിരുന്നു. അതെ, സമാധാനത്തോടെ ഒരു കുഴപ്പമില്ലാതെ വീടിനകത്ത് സന്തോഷത്തോടെ പോയി. ഞാൻ വന്നപ്പോ തന്നെ കേട്ടു പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് നിങ്ങൾ എല്ലാവരെയും ഒരു ഫ്രെയിമിൽ കിട്ടുന്നതെന്ന്. അതെല്ലാരും ഭയങ്കര ബിസി, സ്കൂൾ, കോളേജ്, ജോലി. അത് മാത്രല്ല ഇവരൊരാളെ എങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ട് പോകും. അപ്പോ അത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആരും വേണ്ടാന്ന്. പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ പോലും കിട്ടാറില്ല. ഇല്ല. ഇതിൽ ഏറ്റവും പാട് ആരെ കൊണ്ടുവരാനാ വീഡിയോസില്? ഹയാൻ. ഏറ്റവും ലാസ്റ്റ് ആണ്. ഞാൻ ചേച്ചി കുട്ടി ഇവിടെ ഇല്ലാന്ന് ഒളിച്ചിരിക്കുന്നു. അത് ഭയങ്കര മടിയാണ് വീട്ടിൽ വരാന്. നിങ്ങൾ ആക്ച്വലി എല്ലാരും ഇങ്ങനെ ഒരു ഫ്രെയിമിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെന്ത് കാണിക്കണേ? എന്താണ് ഒരു മൈക്ക് എന്താ എങ്ങനെയുണ്ട്? ഇപ്പൊ ഉമ്മ ഭയങ്കര സെലിബ്രിറ്റി ആണ്. യൂട്യൂബേഴ്സിൽ ഇപ്പം നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു സ്കൂളിലും ഫ്രണ്ട്സും ടീച്ചേഴ്സും? ഇന്ന് അടക്കം ഞാനൊരു കുട്ടിയോട് ഈ കുട്ടി ഭയങ്കര കുറുമ്പട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയാൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും. മൈക്കിനെ പിടിച്ചത് ഓഫാക്കി. മൈക്ക് ഇഷ്ടല്ലേ?
ഇഷ്ടമാണോ? കൊള്ളാം. പറ, എങ്ങനെയുണ്ട് സ്കൂളിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ? ഞാൻ ഇന്നടക്കം ഒരു മാരേജ് ഫംഗ്ഷന് പോയിട്ട് വന്ന് പറഞ്ഞോളൂ. എന്റെ ഒരു ഫ്രണ്ടിന്റെ താത്തയുടെ കല്യാണമാണ്. അവിടെ പോയപ്പോൾ സിലൂട്ടോക്സിന്റെ മോളല്ലേ, എന്റെ ഫ്രണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അവളുടെ ഫ്രണ്ട് ആയിട്ടില്ലേ, സിലൂട്ടോക്സിന്റെ മോള് വന്നിക്കണു പറഞ്ഞിട്ടാണ്. സ്കൂളിൽ ഏകദേശം എല്ലാവർക്കും അറിയാൻ പരിചയമുണ്ട്, എവിടെയെങ്കിലൊക്കെ ഷോർട്സിലൊക്കെ കണ്ടു പരിചയമുണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാരും പെട്ടെന്ന് വന്ന് സംസാരിക്കും. മക്കൾ അങ്ങനെ ഒരുപാട് ആക്റ്റീവായിട്ട് അങ്ങനെ ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും ഫുൾ ടൈം എന്റെ ഫേസ് കാണിക്കാന്നല്ല, നമ്മള് വ്ളോഗ് അങ്ങനെ ചെയ്യുമ്പോ പിന്നെ ഷോർട്സിലൊക്കെ നമ്മളിങ്ങനെ ഫണ്ണി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊക്കെയാണ് ഇവര് കൂടുതലായിട്ടും വരുന്നത്. ഇപ്പൊ ടൈം ഇല്ലാത്തത് കൊണ്ട് അധികം കുട്ടികൾ അങ്ങനെ കാണിക്കാറില്ല. എങ്ങനെയാ മോന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ? എന്റെ സ്കൂളില് മിക്ക ആൾക്കാർക്ക് അറിയുന്നതാണ്. എന്റെ ഉമ്മ യൂട്യൂബൊക്കെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ചോദിക്കും, അറിയാത്ത ക്ലാസ്സുകാരനൊക്കെ. അവനക്ക് മാത്രമേ വിലയില്ല. സന്തോഷമില്ലാത്ത? എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാ ഇത്രയും കുട്ടികളുടെ ഉമ്മയാന്ന് കണ്ടോ പറയില്ല. എന്താ സീക്രട്ട്? എന്താ? താങ്ക് യു, മനസ്സ് നന്നായോ. വന്നത് ഇവര് ഈ കുട്ടിയാണോ, ഇത് മൂത്ത കുട്ടിയാണോ? ഞാൻ അല്ല, മൂത്ത കുട്ടിയുടെ ഉമ്മയാണത്. താങ്ക് യു. പ്രത്യേകിച്ച് അങ്ങനെ എന്ന് പറയാനൊന്നുമില്ല. നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോവാ, അങ്ങനെയൊക്കെ. ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അതിലൊരു കാര്യം ഉണ്ടല്ലോ, ഹസ്ബൻഡിനെ സപ്പോർട്ട് നല്ലവരാണ്. ചോദിച്ചെന്താ മനസ്സിലായില്ല. അല്ല, ലൈക്ക് എങ്ങനെ ഇത്ര സുന്ദരിയായിട്ടിരിക്കുന്നത് കണ്ടാ പറയില്ലല്ലോ. ഓ അങ്ങനെ. അത് പഠിച്ചോണ്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഇത്. ബ്യൂട്ടി സീക്രട്ട് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണോ? ആക്ച്വലി അങ്ങനെയല്ല. പൊതുവെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു ധാരണയുണ്ടല്ലോ, ഇപ്പൊ വിവാഹം കഴിഞ്ഞു കുട്ടികളായി കഴിഞ്ഞാല് അവരൊരു വൈഡ് റേഞ്ചിലേക്ക് ഇങ്ങനെ പോകണം എന്നുള്ളത്. മീൻസ് പൊതുവെ കുട്ടികളായി കഴിഞ്ഞാൽ ഒരു തള്ള വേബിൽ ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനൊരു മാറ്റം, നമുക്കും ലൈഫുണ്ട്. ഇപ്പൊ കുട്ടികളായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിൽക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് പോവാന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കാര്യമില്ല. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം വൈഫൊക്കെ ഇത്ര ഭയങ്കര ഹാപ്പി ആയിട്ടും ആ ഒരു അടിപൊളിയായിട്ട് ഇരിക്കണമെങ്കിൽ അതിന്റെ ഒരു മേജർ റീസൺ ആ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ, അല്ലെ? അവർ തരുന്ന ആ ഒരു സപ്പോർട്ട്, സ്നേഹമൊക്കെ. എന്താ അല്ലേ? വി ക്രിയേറ്റ് അവർ ഓൺ ഹാപ്പിനെസ്. അങ്ങനെയല്ല, നമ്മുടെ ഹാപ്പിനെസ്സിന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളി ഡിപ്പെൻഡന്റ് ആവും. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് അല്ല, ആക്ച്വലി അതിലൊരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് എക്സ്പെക്ടേഷൻസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും അപ്പോഴാണ് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുക. അമ്മിനെക്കാട്ടിയും ലൈക്ക് ആദ്യം ഞാനായിരുന്നു ബോൾഡ്. അപ്പൊ അമ്മിക്ക് ഇങ്ങനെ നല്ല നല്ല ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? സീരിയസ്ലി ഞാൻ അങ്ങനെ വലിയൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫ്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ് നമ്മുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബോൾഡ്. അമ്മി അത്രയും സ്ട്രഗിൾസ് ഞാൻ കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് ആ സ്ട്രഗിൾസിൽ കൂടെ പോകുമ്പോ എനിക്ക് ഇത്രയും എന്താ പറയാ ശോകമായ ലൈഫ് ആയിരിക്കരുത് എന്ന് തീരുമാനിച്ചു. അമ്മിക്ക് വേണ്ടി ലൈക്ക് ബോൾഡ് ആയിട്ട് എണിച്ച് നിൽക്കും. ലൈക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു ഞാൻ സൈലന്റ് ആവലാണ് പൊതുവെ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോ. പക്ഷെ നമ്മളെ കണ്ടിട്ട് അവള് എന്ന് പറയുമ്പോ ആ ഒരു മാറ്റം അവൾക്ക് നല്ലോണം ഉണ്ട്. എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യുന്നേ? അല്ല, അവൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എല്ലാറ്റിനും ഒരു ലിമിറ്റ് വെച്ചിട്ട് ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മുടെ ഫ്രീഡത്തിലേക്ക് അവരെ കടക്കാനും വിടണ്ട, പക്ഷെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും പാടില്ല. ആ ഒരു രീതിക്ക് നമ്മൾ പോയാൽ മതി എന്ന് പറയും. അതുകൊണ്ട് പല സമയം അവൾ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കും. മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോ ഇപ്പൊ എന്നെ വെച്ചിട്ടായിരിക്കും എന്റെ മോളെ കമ്പയർ ചെയ്യുന്നത്. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരുത്തർ പബ്ലിക്കായിട്ട് ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ വന്ന് ചിലപ്പോ പറയും, നിന്നെ പോലെ അല്ലല്ലോ മോള്, എന്താ അങ്ങനെ. ഞാൻ പറയും, ഞാൻ ഇംഗ്ലീഷുകാരനല്ലേ കല്യാണം കഴിച്ചത്, എന്റെ ഭർത്താവിനെ പോലെ ആയിരിക്കും എന്റെ മക്കള് ഉള്ളത്. പക്ഷെ അതുപോലെ പറഞ്ഞിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ അത് ചെറിയൊരു കുട്ടിയാണ്, അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ചിന്തിക്കില്ല അവര്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അതൊക്കെ കണ്ടും കേട്ടും വളർന്നുകൊണ്ട് അവൾ കുറച്ചും കൂടെ ബോൾഡ് ആവുന്നത്. എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ്
ഫാമിലി ഇത്രയും വലിയ ഫാമിലിക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? എനിക്ക് ഭയങ്കര സൈലന്റ് ആണോ? എന്നാലും നിങ്ങളെ കൂടെ സൈലന്റ് കൊണ്ട് നടക്കുന്നത് പറയോ? എങ്ങനെ കൊണ്ടു നടക്കുന്ന വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തന്നെ പണി. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളു. അതോടെ കഴിഞ്ഞ് എന്റെ കാര്യം കഴിഞ്ഞു. ബാക്കി ഫുൾ ആൻഡ് ഫുള്ളി ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇവരെ അറിയിക്കില്ല, കാരണം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികൾ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പൊ പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇക്ക വാങ്ങിട്ട് വരും, ഞാനത് ചെയ്യുന്നു, അങ്ങനെ ആയിട്ട് പോകുന്നു. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഫാമിലി, കുട്ടികള് ഇത്ര പഠിക്കുന്ന എല്ലാം കൂടെ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? കാരണം അതാണല്ലോ ശരിക്കും ആ ഒരു ഇൻഫ്ലുവൻസ് എല്ലാവരിലേക്കും കൊടുക്കുന്നത്. ആ ഒരു മാനേജിങ് സ്കിൽ അത് എങ്ങനെയാ കൊണ്ട് നടക്കുന്നത്? ഇപ്പൊ നമ്മളെല്ലാരെയും പോലെ ജസ്റ്റ് മക്കളായി ഇനി അവരെ നോക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എന്ന് പറഞ്ഞ ഈ ഒരു പേഴ്സൺ ജീവിച്ചിരുന്നു ഈ സമൂഹത്തിൽ എന്നുള്ളത് എന്റെ ഈ സറൗണ്ടിങ്സിൽ മാത്രമല്ല അറിയുള്ളൂ. അപ്പൊ എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇവരുടെ ഒരു ഭാര്യ മാത്രമായിട്ട്, ഇവരുടെ കുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും എന്തെങ്കിലും എത്തണം. അപ്പൊ അത് പണ്ട് മുതലേ ഉണ്ട്, മനസ്സിലുണ്ട്. അതായത് പുറത്തേക്ക് ഇറങ്ങി വരണം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോ കറങ്ങി തിരിഞ്ഞ നമ്മുടെ കുറേ പ്രോബ്ലംസ്. ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടുതൽ ലേഡീസും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ, മക്കളെ നോക്കുക, അധികം സ്ട്രഗിൾസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഞാനും അങ്ങനെ തന്നെയുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് വന്ന കുറെ സ്ട്രഗിൾസ് കാരണം ഞാൻ പുറത്തേക്ക് വരണം എന്ന് തോന്നി. അപ്പൊ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും ലേഡീസിൽ, ഒത്തിരി പേര്. ഒരു 95% ലേഡീസും ഒത്തിരി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് മുന്നോട്ട് വരാന് നമ്മൾ എന്തെങ്കിലും ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. പക്ഷെ എന്റെ ലൈഫിലൂടെ അവരത് കാണുമ്പോൾ, ഞാൻ പറയണം എന്നില്ല, ഞാൻ ഈ ചെയ്ത് കാണിക്കല്ലേ, അപ്പൊ അത് അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ ആണ്. അപ്പൊ എത്രയോ പേര് വീണ്ടും പഠിക്കാൻ പോയി, ജോലി കിട്ടിയതിന് ശേഷം ഗവൺമെന്റ് ജോലി കിട്ടി, സിലുവിന്റെ ഈ ജോഷ് ടോക്ക് വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതെനിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യല്ലേ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞു ഇപ്പം മോളാണ് കുറച്ചുകൂടി ഉമ്മാനേക്കാൾ ബോൾഡ് എന്ന്. അപ്പം ഉമ്മയുടെ ഇപ്പൊ ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മളൊക്കെ വളരുന്നത്. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ എന്തൊരു പെർട്ടിക്കുലർ റീസൺ ആണ് ആ ഒരു ഇൻസ്പയർ ചെയ്യാനുള്ളൊരു കാരണം? ഞാൻ അമ്മി വന്നിട്ട് അമ്മീൻ്റെ ജീവിതത്തിൽ ഒരാളെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, ഇൻസ്പയർ ചെയ്ത് അയാളെ പോലെ ഇല്ല അവരെ പോലെ ആവണം എന്ന് ഇതുവരെ അമ്മി ചിന്തിച്ചിട്ടില്ല. എന്നാൽ ചില ആൾക്കാരെ കണ്ട് അവരെ പോലെ ആവരുത് എന്നാണ് എൻ്റെ അമ്മി പഠിച്ചിട്ടുള്ളത് പറഞ്ഞു. അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയണം. അമ്മി അമ്മീൻ്റെ മോസ്റ്റ് ഓഫ് ദ ലൈഫ്, ഇപ്പോൾ നമ്മുടെ ലൈഫിൽ അമ്മി ചെയ്തിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ടൈം ഇതുവരെ ഞങ്ങൾ ശരിക്കും ഒരു ടൂർ പോകാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ വെക്കേഷനോ പോയിട്ടില്ല. അത് ഇതുവരെ പോയിട്ടില്ല, ഒരു ഫാമിലി വെക്കേഷനോ ടൂറിനോ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അത് കണ്ടിട്ട് അമ്മീൻ്റെ മോസ്റ്റ് ഓഫ് ദി ജീവിതം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ എത്തണം പറഞ്ഞിട്ട് ഇത്ര സ്ട്രഗിൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ വേണ്ട, ഒരു സ്റ്റേബിൾ ലൈഫ് എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെക്കേഷനൊക്കെ അടിക്കാൻ പോകണം. അങ്ങനെയാണ് അമ്മി എന്നെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ, ഒരു സ്റ്റേബിൾ ഇതെടുത്ത് ഇത്ര കഷ്ടപ്പെടണ്ട, ഒരു സ്റ്റേബിൾ ലൈഫ് എടുത്ത ശേഷം ജീവിതം ജീവിച്ച് ആസ്വദിച്ച് പോണം എന്ന്. ആ രീതിക്ക് തോട്ട് എനിക്ക് ഇപ്പോഴാണ് വന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മുന്നിൽ ഫസ്റ്റ് പാർട്ട് ആ പ്രോബ്ലംസിനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അത് അതിനുവേണ്ടി നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രഗിൾ കണ്ടിട്ട് രാത്രി ഉറങ്ങാനൊക്കെ 3-4 മണിയൊക്കെ ആവും. പിന്നെ വീണ്ടും 1 hour കഴിഞ്ഞ് എണീക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കുട്ടികളൊക്കെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. അതിന് എനിക്ക് വേണ്ട ഒരു ടൈം, ഞാൻ എടുത്തൊരു ടൈം എന്ന് പറയുമ്പോൾ 4 വർഷമാണ്. ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ബാക്കിയൊക്കെ. പക്ഷെ ഞാൻ അടുത്ത വലിയൊരു ഇതിലേക്കാണ് എടുത്ത് ചാടിയിട്ടുള്ളത്. ഈ സ്റ്റഡീസ് എങ്ങനെ മാനേജ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആൾക്കാര്, ചില ആൾക്കാർ വിചാരിക്കും അയ്യോ എനിക്ക് 2-3 മക്കളുള്ളവർ ഭയങ്കര തിരക്കാണ്, ഇവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ആ ഒരു ഇതില് സിലു എങ്ങനെ ചെയ്യുന്നതിലേക്ക് എല്ലാത്തിനും അത്രയും മോട്ടിവേഷൻ ഉള്ളത് പറഞ്ഞാൽ നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടി. ഇപ്പോഴും തന്നെ
ഡെയിലി രാവിലെ 5 മണിക്ക് എണിച്ച് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി അവിടെ പോയി അവിടെയുള്ള 2, 3, 5, 6 ലെക്ചർ കേട്ട് തിരിച്ച് വന്ന് ഇവിടെ വന്ന് ഫുൾ കുട്ടികളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി രാത്രിക്കുള്ള ഷൂട്ടിംഗ് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ നമുക്കൊരു സാധനം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ വി ഓൾ ഹാവ് ടൈം. നോ വൺ ഇസ് ടു ബിസി. എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും. അതാണ് സംഭവം. അപ്പോൾ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി ഓരോരോ സ്ട്രഗിൾസ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇത് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അത് അങ്ങനെ ചെയ്ത് കരച്ചിലൊക്കെ ഉണ്ട്. ചിലപ്പോ എനിക്ക് തന്നെ അറിയാതെ എന്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരും. എനിക്ക് ഭയങ്കര ടെൻഷൻ ചില സംഭവം. അതായത് എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഈ പഠനം വിട്ട് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഗേറ്റിന്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങുന്നത് അപൂർവമായിട്ടാണ്. എന്നെ ഓപ്പോസിറ്റുള്ള വീട്ടുകാർ കാണുന്നത് 1-2 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ അല്ല ഫംഗ്ഷന് പോകുമ്പോഴോ ആയിരിക്കും. എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ ഈ വീട് മാത്രം, വീട്, എന്റെ കുട്ടികൾ, എന്റെ ഹസ്ബൻഡ്, അതിൽ മാത്രം ഒതുങ്ങിപ്പോയി. കാരണം ഒന്നാമത് എനിക്ക് ഈ കുറെ പ്രോബ്ലംസ് ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോ ക്ലാസ്സിലേക്ക് പോയി മൊത്തത്തില് ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഈ മറിച്ചിടാന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ മുമ്പ് നമ്മൾ ചെയ്തിരുന്ന എല്ലാ ജോലികളും അതേപോലെ തന്നെ കൊണ്ടും പോണം, പുതിയൊരു ലൈഫും കൂടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കോളേജ് കുമാരി ആയി കഴിഞ്ഞു. അവിടേക്ക് പോയി പിന്നെ ഈ ക്ലാസ് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ ശ്രദ്ധ പെട്ടെന്ന് മാറിയ കുട്ടി ബാത്റൂമിൽ അത് മെയിൻ ഒരു ടെൻഷൻ. ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാനുള്ളപ്പോ എപ്പോഴും നമുക്ക് ആ ഒരു ചിന്തയുണ്ടാവും, കുട്ടി ബാത്റൂമിൽ പോയി പൈപ്പ് തുറന്നു വിടോ, ബക്കറ്റിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ ചിന്ത വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പക്ഷെ ഇതെല്ലാം ഞാനിങ്ങനെ പറയാറില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ എന്നെ കണ്ട് വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അതൊരു ഡിമോട്ടിവേഷനും ആവരുത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നുണ്ട് ഓരോ ദിവസവും. എന്താ വൈഫിൽ ഇഷ്ടപ്പെട്ട ഒരു മെയിൻ ക്വാളിറ്റി എന്താ? എക്സൈറ്റഡ് ഫോർ ദിസ് വൺ. എന്തൊക്കെ ഒന്നും പറയാനില്ലാന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ ആഗ്രഹം. അതെ അതെ അതെ, ആലോചിക്കണം. ഒരുപാടുണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ഫൈനാൻസ് ആയിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. ലോണൊക്കെ ഒരു 40 ലക്ഷത്തിന്റെ ലോൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഒറ്റയടിക്ക് 2 വർഷം കൊണ്ട് ക്ലോസ് ചെയ്തു. 2 വർഷം കൊണ്ട് ക്ലോസ്, 20 വർഷത്തിന്റെ ലോൺ ആയിരുന്നു. 2 വർഷം കൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്ത്. അതിനൊക്കെ അതിനെ ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഇന്നൊന്നും കൂടെ പറയാം. ഇല്ല ഇല്ല ഇല്ല, എപ്പോഴും പറയാറുണ്ട്. ക്യാമറയുടെ മുന്നിൽ പറയില്ല എന്ന് മാത്രം. പറയേണ്ട ആവശ്യമില്ല. സ്വയം പറയുമല്ലേ. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കണല്ലോ, ആള് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, എക്സ്പ്രസ് ചെയ്യണം. ഒരെണ്ണം കൂടെ പറ. വേറെ ക്വാളിറ്റി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കൊടുക്കാന്നുകൊണ്ട് പറയും. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ആളെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് സാധാരണ എല്ലാരും ഹസ്ബൻഡ് ആണല്ലോ. ഇവരുടെ ഫാമിലിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാല് അവരാണല്ലോ ചെയ്യാം. പക്ഷെ ഞാനാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഗിഫ്റ്റ് വാങ്ങുന്നതിനൊരു ചടങ്ങാണല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടാണ്. എന്റെ ബ്രേസ്ലെറ്റ് പോയിട്ടുണ്ട് ഒരു കല്യാണത്തിന്, പിന്നെ ഒരു കല്യാണത്തിന് എന്റെ കമ്മല് പോയിട്ടുണ്ട്. ഇതൊക്കെ അല്ല നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമുക്കുള്ള ബുദ്ധിമുട്ടില് ആൾക്ക് അവിടെ ഒരു വിലയും നിലയും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഒരു ഫിനാൻഷ്യലി നമ്മളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ എന്റെ എന്താ ഉള്ളത് അതങ്ങോട്ട് കൊടുത്തിട്ട് താങ്ക്സ് പറഞ്ഞല്ലോ, സന്തോഷം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരാം. ഇക്കയുടെ കുറച്ച് ക്വാളിറ്റീസ്. ആരെ പറ്റിക്കൂല, എന്നെ ഒഴികെ പറ്റിച്ചിട്ടുണ്ടോ? എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ തമ്മിൽ അടിയാവുന്നത്. എന്റെ ചില കാര്യങ്ങള് പറയാതിരുന്നാൽ എനിക്ക്, കാരണം നമ്മൾ ഓരോന്നെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഞാനെല്ലാം ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്റെ ഒരു സെക്കൻഡിന് വരെ ഞാൻ ഇത്ര പൈസ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മുന്നോട്ട് പോയത്. കാരണം ഫുൾ റെസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ പുറത്തുനിന്ന് ആരെയും അങ്ങനെ പറ്റിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ മറ്റ് പെണ്ണുങ്ങളെ നോക്കുക അങ്ങനെയൊന്നുമില്ല. സിസർ വലിക്കൂല, ഡ്രിങ്ക്സ് ചെയ്യൂല, അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ഇഷ്ടപ്പെടാത്തതും കുറെ ഉണ്ട്. ഇഷ്ടപ്പെടാത്തതിലേക്ക് പോവാം. കൈയൊക്കെ ഇങ്ങനെ ഞാനൊന്നും പറയട്ടെ ഇഷ്ടപ്പെടാത്ത എന്താണ് ചിലപ്പോ കട്ടേണ്ടി വരുന്നു. എന്റെ കാജല് മൊത്തം അതെന്തിനാ? താടി കാജലാണ് നമ്മള് പെട്ടെന്ന് തീർത്ത് വിടാൻ മൊത്തം എടുത്ത് ഓക്കെ 10 കാജൽ മേടിച്ചെടുക്കും.
ഞങ്ങളതൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അയ്യോ മിക്ക കണ്ടന്റ് അങ്ങനെ വരുന്നതാ. റിയൽ ലൈഫ് അതെ അതെ, അത് കണ്ടന്റ് ആയിരുന്നു. ചിലപ്പോ വേറെ ആരെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് അറിയാം, ഓ ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിരുന്നു. ഡെയിലി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കുട്ടികളുടെ ഓരോ ഇതൊക്കെ. മോൻ പറ ഉമ്മയിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? ഇപ്പൊ ആൾക്ക് ഇഷ്ടമായ കുറച്ച് സാധനങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ മോന് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാ? ഉമ്മയിലെ ഇഷ്ടമുള്ള ക്വാളിറ്റി പറഞ്ഞാ കൊറേ ഉണ്ട്. അതാണ് കുറേ ഉണ്ട്, പക്ഷെ ഒന്നും പറയാനില്ല. മെയിൻ ആയിട്ട് ഉമ്മ നല്ല ഹാർഡ് വർക്ക് ചെയ്യും, കണ്ടിന്യൂസ് വർക്ക് ചെയ്യും, അത്ര ഇടയിൽ റെസ്റ്റ് ഒന്നും അത്ര എടുക്കാറില്ല. ആ ക്വാളിറ്റീസേ പറയാൻ പറ്റില്ല, എന്നേ റെസ്റ്റ് എടുക്കണ്ട ഇങ്ങനെ പണിയെടുത്താ. ഷീസ് എ വെരി ബിഗ് വർക്കഹോളിക്. ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ കഷ്ടം കൊണ്ട്. അതൊരു സത്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നല്ലോ. എനിക്ക് എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് ആക്കി കൊടുക്കണം. അതിന് ഞാന് ഒന്നും കൂടെ കഷ്ടപ്പെട്ടാലേ നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി ആ സെൽഫ്ലെസ്നെസ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടിട്ടാ ചെയ്യുന്നേ, പക്ഷെ ഓവർലി സെൽഫ്ലെസ് ആണ്. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നല്ലത്. അതെനിക്ക് ഇഷ്ടപ്പെടാത്തും കൂടി ക്വാളിറ്റിയാണ്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കും കൂടെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും വേണ്ടി. എനിക്ക് തോന്നുന്നു ഉമ്മയും മോളും ഭയങ്കര കമ്പനിയാന്ന് തോന്നണല്ലേ, ഭയങ്കര ക്ലോസ് ഫ്രണ്ടാ ഞങ്ങള്. അതായത് ഫ്രണ്ട്സിനെ പോലെ. എനിക്ക് എങ്ങനത്തെ ഫ്രണ്ടാന്നറിയോ? നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഫ്രണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ജീവിതകഥകളൊക്കെ പറയണ്ടാവും, എന്നിട്ട് ഞാൻ എന്താ പറയും എന്താ പറഞ്ഞു പകുതി കേട്ടോളൂ, ഞാൻ കേട്ടില്ല. ബിക്കോസ് വർക്ക് ആയിരിക്കുമല്ലോ. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും സൈഡ് എല്ലാം പറയും. ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും ടീച്ചർ ചീത്ത പറഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞു, അമ്മി ക്ലാസ്സിൽ ആ കുട്ടീനെ, അമ്മിക്ക് അറിയാത്ത ഏതോ ഒരു കുട്ടീനെ ചീത്ത പറഞ്ഞു, ഞാൻ പറയും. എന്നിട്ട് ഏത് കുട്ടീനെ ചീത്ത പറഞ്ഞു? ഞങ്ങൾ അങ്ങനത്തെ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സ് ആണ്. ശരിക്കും എനിക്ക് സ്വന്തമായിട്ട് അനിയത്തിയൊന്നുമില്ല. അപ്പം കല്യാണം കഴിയുന്നത് 17ാമത്തെ വയസ്സിലും 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഉള്ള പ്രസവിക്കുന്നത്. അപ്പോ ഒരു മോള് എന്നുള്ള ആ ഒരു ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇവരൊക്കെ ജനിച്ചപ്പോ ഇവര് കുട്ടികളും ബാക്കി രണ്ടുപേരും ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് ആ ഒരു ലെവലിലേക്ക് മാറി. ഓക്കെ, ഇപ്പൊ 17 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ അത് ആലോചിക്കുമ്പോ സങ്കടമുണ്ട്. ഓൾവേസ് മക്കള് വലിയ കുട്ടികളെ കിട്ടി അതൊക്കെ ഓക്കെയാണ്. ബട്ട് ഞാൻ മരിക്കുന്നവരെയും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും. കുട്ടികളെ ഒരിക്കലും ആ ഒരു ഏജിൽ കല്യാണം കഴിച്ച് കൊടുക്കരുത്, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എൻജോയ് ചെയ്യേണ്ട, എൻജോയ്മെന്റ് വേണ്ട, ജീവിക്കേണ്ട ഒരു പ്രായമല്ലേ. വേറെ എവിടെയെങ്കിലും കൊണ്ടുവിട്ട് വേറൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു എന്താ പറയാ ഒരു കൂട്ടിൽ നിന്നും പറിച്ച് വേറെ എവിടെയോ കൊണ്ട് ഒറ്റക്കിട്ട പോലുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഉണ്ടാവുന്നത്. അത് ഭയങ്കര ഹോറിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ ഇവളടുത്ത് പറയാറുണ്ട്, എന്നെ പെട്ടെന്നൊന്നും കെട്ടിച്ചു വിടില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും ഏകദേശം ഈ പ്രായത്തിൽ എന്നെ കെട്ടിച്ചു വിട്ടേ. ഇവള് വളർന്നു വരുമ്പോ ഇവളുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു 2-3 years ബിഫോർ വരെ ഞാൻ പറയും ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കല്യാണം കഴിക്കുമ്പോ, ഈ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു ട്രോമ ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. അത് നമ്മുടെ ഉപ്പാടെ ഉമ്മാടെ ബ്രദേഴ്സിന് എത്ര തന്നെ കഷ്ടമാണെങ്കിലും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന പോലെ ഒരിക്കലും വേറൊരു വീട്ടിൽ പോയി കഴിയാൽ നടക്കൂല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ്, എന്നെ കുറെ കാലം വീട്ടില് രാജകുമാരിനെ വെച്ച് നോക്കുമെന്നല്ലേ. നല്ലൊരു എഡ്യൂക്കേഷൻ ആക്കുക, നല്ല ഒരു ജോലി ആക്കുക. അതിനുശേഷം നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹം വരുന്നത് ആ സമയത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. അതിനു മുമ്പ് അതിനെ കുറിച്ച് എന്റെ മോള് ചിന്തിക്കേ വേണ്ട. അതിൽ വേറെ എന്തൊക്കെയോ ഒരു ധ്വനി ഉണ്ട് കേട്ടോ. ഞങ്ങൾ സീരിയസ് ആയി ഡിസ്കഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അല്ല, ഇവള് പറയും ഹൽദി വേണം, ഗുലാബി വേണം, എല്ലാം ചെയ്യാം. അത് നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച് തീരുമാനം എടുക്കുമ്പോ വല്ല ഓടിപ്പോവാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, ലൈക്ക് എനിക്ക് സീരിയസ്ലി അങ്ങനത്തെ ഇവരുടെ മാരേജ് കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ്സിലൊന്നും വിശ്വാസമില്ല. അമ്മി നല്ലൊരു ചെക്കനെ നോക്കി അറേഞ്ച് മാരേജ് ചെയ്തു വെക്കും, എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പൊക്കെ അടിച്ചു പോയി, എല്ലാം അമ്മീന്റെ ചെലവ്. ഇനിയിപ്പോ അങ്ങനെ വല്ല അമ്മി എന്താണെന്നറിയോ, എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് വന്നാല് ഞാൻ ചൂസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വല്ല ലവ് മാരേജ് ആണെങ്കിൽ പറയാം നീയല്ലേ നോക്കി. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്റെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ എനിക്കൊരു പ്രശ്നം വന്ന എന്റെ അമ്മ അങ്ങനെ പറഞ്ഞാൽ ഞാൻ തകർന്നു പോകും. എന്ത് തന്നെ ആയാലും പെൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓൾവേസ് ഈ വീട് നിങ്ങൾക്കുള്ളതാണ്. എന്ത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് കയറി വരാം. അതിന് ആരോടും ചോദിക്കാനോ പറയാനോ ഒന്നും ഉള്ള ഒരു ഇതില്ല. എന്ത് ചെറിയ പ്രോബ്ലം ആണെങ്കിലും നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് താമസിക്കാം.
ഇപ്പൊ മോനോട് ഞാൻ പറയാറുണ്ട് അത് അവരുടെ വീടാണ്. പൊതുവെ നമ്മുടെ ഈ സമൂഹത്തിൽ പറയുന്നത് കെട്ടിച്ച് അതായത് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണെന്ന് പറയും. ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണെന്ന് പറയും. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് വീടില്ല, വീടില്ല, ഒന്നുമില്ല. ആർക്കോ വേണ്ടി ജനിക്കുന്നു, ആർക്കോ വേണ്ടി ജീവിക്കുന്നു, പിന്നെ മരിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മാറി കുട്ടികൾക്ക് നമ്മളൊരു കോൺഫിഡൻസ് ചെറുതുന്നേ കൊടുത്തു കഴിഞ്ഞാല് കുറേ സൂയിസൈഡ്സ് അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അതെ. എന്താണ് ഇക്കയുടെ ഈ ഒരു അഭിപ്രായം? ഇപ്പം 17 ഇയേഴ്സിൽ കല്യാണം കഴിച്ചു, അപ്പൊ ഇത്ത പറഞ്ഞതിനോട് എന്താണ് ഒരു അഭിപ്രായം? അന്നത്തെ കാലഘട്ടത്തില് അത് കുഴപ്പമില്ല, ഒരുപാട് പഴയതൊന്നല്ല, നമ്മള് വയസ്സായി വിചാരിക്കുന്നത്. ഏകദേശം എത്ര? 15 16 15 years ago. ആ 16 വർഷം മുമ്പ് അന്ന് നിയമം കൂടി ഇല്ല അങ്ങനെ. അത് എന്റെ കല്യാണം കഴിഞ്ഞോടണം അതിന് നിയമം കൊണ്ടുവന്നു. കാത്തിരുന്നു. അതുകൊണ്ടാണ് അത്. അല്ല, ആക്ച്വലി എന്റെ ഫാമിലിയിൽ എന്നെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ ഇപ്പം ചിലവർ ഇങ്ങനെ പറയുമല്ലോ മുസ്ലിം ഫാമിലിയിൽ അങ്ങനെയാണ് വേഗം കെട്ടിക്കും, അങ്ങനെയൊന്നുമില്ല. എന്റെ ഉപ്പാക്ക് അങ്ങനത്തെ ഒരു യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. നല്ല ചെക്കന്മാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇപ്പൊ പെൺകുട്ടികളാണ്, നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, കാണും. ഇപ്പൊ കോളേജിൽ തന്നെ അവിടെയുള്ള സാറിന്റെ ഇതില് പുറത്തുനിന്ന് ആള് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അവര് വീട്ടില് ഉപ്പാനത്ത് വന്ന് കല്യാണം ആലോചിച്ചിട്ടുമുണ്ട്. ഇത്ര നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടീനെ അങ്ങനെയൊന്നല്ല, ഏതാണെങ്കിലും പെൺകുട്ടികളെ കണ്ട അങ്ങനെ ചോദിക്കുമല്ലോ. അതുപോലെ ഇവരുടെ ആരോ കണ്ട് വഴിന്ന് കണ്ട് വേറൊരാൾക്ക് ചോദിച്ചു അവരുടെ ഫാമിലിയില്, ഇല്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കൂല. അവര് വീട്ടിലേക്ക് തന്നെ വന്ന് ചോദിച്ചു, കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവര് ഇവരുടെ അടുത്തൊക്കെയോ പോയിട്ട് ചോദിച്ചു. അപ്പോ എന്റെ ഉപ്പ തമാശ പോലെ എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ കല്യാണം സംസാരിക്കുന്ന സമയത്ത് തമാശ പോലെ പറഞ്ഞതാണ് വീട്ടിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ എന്റെ ദാദിമ പറഞ്ഞു, നമ്മളെ അറിയുന്നവർക്ക് നമ്മുടെ കുട്ടീനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിലയുണ്ടാവും, ഭയങ്കര വിലയുണ്ടാവും എന്ന് പറഞ്ഞു. ആ വിലയിലാണ് പെട്ടെന്ന്. പിന്നെ ഉപ്പാന്ന് പറയുമ്പോ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് എടുത്തതാണ്. പിന്നെ നമ്മള് മാറാനോ മാറ്റാനോ ഒന്നും സാധിക്കില്ല. ഞങ്ങക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഒരു കാര്യമില്ലാതെ പെട്ടെന്നൊരു സമയം കല്യാണമാണെന്ന് പറയുമ്പോ എങ്ങനെയുണ്ടാവും? അത് ഭയങ്കര ഷോക്കിംഗ് അല്ലേ? അങ്ങനെ ആയിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇല്ല, അതെങ്ങനെ ഇഷ്ടപ്പെടാൻ ഇയാൾ ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ. ലീവിൽ വന്ന സമയമാണല്ലോ, ഗൾഫിൽ ലീവിൽ വന്ന സമയമാണ്. ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. പെട്ടെന്നുള്ള കല്യാണം 20 ഡേയ്സിലായിരുന്നു. കണ്ട് അന്വേഷിച്ച് 20 ദിവസം കൊണ്ട് കല്യാണം. അതായത് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. ആളെ ആരും കണ്ടിട്ടോ അറിയൊന്നുമില്ല. അങ്ങനെ ഇവരെ ഫാമിലീനെ അറിയാന്നല്ലാണ്ട്. അപ്പൊ പിറ്റേ ദിവസം തന്നെ ഇവര് പെണ്ണാണാൻ വന്നു. അപ്പൊ ഞാൻ ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നു. അപ്പൊ ആദ്യം വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. സമ്മതിക്കില്ല. അപ്പൊ അവര് പെണ്ണാണാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മാച്ചിങ് ഇല്ലല്ലോ, അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല അമ്മ എന്ന് പറഞ്ഞപ്പോ പിന്നെ നിന്നല്ലേ എന്ന് വെച്ചു അമ്മ. ഞങ്ങളെ ഹൈറ്റ് നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരും കുറെ പെൺകുട്ടികളൊക്കെ നോക്കിയിട്ട് ഹൈറ്റ് പോരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിയതാണ്. നോക്കിയപ്പോ ആള് എന്നെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അതെന്താ ആദ്യം നോട്ടത്തിൽ തന്നെ ഫ്ലാറ്റ് ആയി? അതെ, അതാണ് പ്രശ്നമായത്. അത് ഇനിയൊരു കാര്യമുണ്ട്. പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്കും ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നിയ ഒരു പാർട്ട് എന്ന് പറയുമ്പോ, ഞാൻ കരഞ്ഞിട്ടാണ് ചായയാണോ ജ്യൂസാണോ ഓർമ്മയില്ല കൊടുക്കാനായിട്ട് പോകുന്നത്. എന്റെ അളാപ്പൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആള് ഇതിപ്പോ ഈ നോട്ടം തന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കി തല തെറ്റി. അതായത് ഞാൻ കരഞ്ഞിട്ട് പോകുന്ന സമയത്ത് എന്റെ പ്രയാസം മനസ്സിലാക്കി കണ്ണ് താഴ്ത്തിയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അങ്ങനെ അത് ഒരു ആ ക്വാളിറ്റി ഇന്ന് സ്ട്രൈക്ക് ചെയ്ത ആ ഒരു മൊമെന്റ്. അതായത് മറ്റ് ലേഡീസിനെ അങ്ങനെ നോക്കുന്ന ഒരാളല്ല എന്നുള്ളത് അപ്പൊ തന്നെ മേ ബി തോന്നിയേക്കാം. പക്ഷെ എന്നിട്ടും എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു. താല്പര്യം തോന്നിയത് ഇപ്പൊ മുതലാ? ലൈക്ക് കല്യാണം കഴിഞ്ഞ ശേഷം റീസൺ ആണല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവായി, ഹസ്ബൻഡായി. ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഞാൻ ആരാ നിന്റെ ഹസ്ബൻഡ്? ഉറപ്പിക്കണല്ലോ. അല്ല, എന്നെ കൊണ്ട് ഉറപ്പിക്കാനുള്ള ഒരു ഇതായിരിക്കും. അങ്ങനെ പിന്നെ ആ ഒരു ലൈഫായിട്ട് നമ്മളങ്ങനെ പൊരുത്തപ്പെട്ടു പോവാ അങ്ങനെയാണുള്ളത്. എന്താ അപ്പൊ ആ ഒരു മൊമെന്റിൽ അങ്ങനെ കണ്ണ് താഴ്ത്തി എന്ന് പറഞ്ഞത്? ആ ഒരു വിഷമിച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി എല്ലാം. എന്താ മനസ്സിലായി? മനസ്സിലാകാൻ പുള്ളിക്കാരി വിഷമാണ്. അതുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ നിർത്തിയത്.
പക്ഷെ ഇപ്പൊ സുഖമായിട്ട് പോകുന്നു. അതെ അൽഹംദുലില്ലാ. സുഖം അല്ലെങ്കിൽ ആക്കും. ആക്കുന്നൊക്കെ ഇപ്പൊ പെണ്ണ് കണ്ടല്ലോ, കണ്ടതിന് ശേഷം ഇപ്പൊ ആള് മതി എന്റെ ഭാര്യന്ന് തോന്നാനുള്ള ഒരു റീസൺ എന്താ? കാരണം ഇന്നൊക്കെ വെച്ചാൽ കൊറേ ഡേറ്റ് ചെയ്ത് കൊറേ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഈവൻ ഒരു കോള് പോലും ഞങ്ങള് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു റീസൺ എന്താ അല്ല ഒന്നാമത് എങ്ങനെ മനസ്സിലാക്കി? അറബി കോളേജിലാണ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പൊ മതപരമായിട്ട് എല്ലാത്തിനും ക്ലിയർ ആയിരിക്കും. പിന്നെ അത്യാവശ്യം കാണാനും കുഴപ്പമില്ല, അതൊക്കെ കൊണ്ട് തന്നെയാണ്. ലുക്കിലാണ് വീണത്. ലുക്കും പിന്നെ സ്വഭാവം നന്നായിരിക്കും ഉറപ്പായിരുന്നു. എന്നിട്ടായോ? എന്നിട്ട് ഓക്കെ ആയോ? ഓക്കെ. ഈ 15 വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഇപ്പോ? 15 18 വർഷമായി. 18 വർഷങ്ങൾക്ക് ശേഷം ചെറിയ കണ്ടെന്നാലും കുഴപ്പമില്ല. ചെറിയ എന്ത് വ്യക്തമായിട്ട് പറയണം. ഫൈനാൻസ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെ. ഞങ്ങള് തമ്മില് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ കൊറേ പ്രോബ്ലംസ് ആളാണ് ഉണ്ടാക്കിയത്, ഞാനല്ല. ഞാൻ എപ്പോഴും പാവേ പ്രശ്നക്കാരനാണല്ലേ. ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാതെ ചെയ്തു. അപ്പോ എന്റെ ഈ കാൽക്കുലേഷൻ എല്ലാം താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അതായത് ഫാമിലി തന്നെ ഡിസ്പ്യൂട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 വർഷം മുമ്പ്, 1 വർഷം ആവാൻ പോകുന്നു. 1.5 വർഷമായിട്ട്. ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം നെക്സ്റ്റ് മന്ത് ഈ മന്ത് എൻ്റെ അത്ത എന്ന് പറഞ്ഞ ഫാദർ മരിച്ച സമയമാണ്. അപ്പൊ എൻ്റെ അത്ത മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ കുറേ ഫാമിലി ഇഷ്യൂസിലൂടെ കടന്നുപോയി. ആ ഒരു സമയത്താണ് എൻ്റെ അത്ത മരിച്ചു വന്നത്. അപ്പൊ ആ ഒരു ഓർമ്മയും, അപ്പൊ ഇതിനൊക്കെ മെയിൻ കാരണം ഫിനാൻഷ്യലി വന്ന ഈ പ്രോബ്ലംസ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനെന്ന് മാത്രം പറയുന്നില്ല, ആള് എന്താ പറയാ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു. കാരണം എല്ലാവർക്കും എല്ലാ കഴിവുകളും പഠിച്ചോൻ കൊടുത്തിട്ടുണ്ടാവൂല. അത് നമ്മൾ അംഗീകരിച്ചിട്ട് വേണ്ടേ ജീവിക്കാൻ. ആ സമയത്ത് എന്നോട് പറയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ വേറൊന്നല്ല, ഈ ഫിനാൻഷ്യലി ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതെനിക്ക് വല്ലാതൊരു ഹോണ്ടായിരുന്നു. ഓക്കെ, അതും നമ്മൾ റെഡിയാക്കാന്ന് വിചാരിച്ച് പോകുന്ന സമയത്തും ആള് വീണ്ടും അതിലേക്ക് തന്നെ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള പേടി 5 മക്കളാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു താളപ്പഴ വന്നു കഴിഞ്ഞാല് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് കൈനീട്ടി അങ്ങനെ ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ജീവിക്കണ്ട. നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്ത് ശീലിച്ച ആൾക്കാരാണ്. അപ്പോൾ ആളുടെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈ നമ്മളെപ്പോ വിലവെക്കുന്ന ആൾക്കാർ വരെ എന്ത് കണ്ടിട്ടാ വിലവെക്കുന്നത്? നമ്മുടെ സ്വഭാവം കണ്ട് കുറെ പഴകിയിട്ടൊന്നുമല്ല. ഫസ്റ്റ് അപ്പിയറൻസ് അവര് നമ്മളോട് ഒന്നും വേണ്ട, നമ്മൾ ആരോടെങ്കിലും പോയി പൈസ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം പോകും. അതോട് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ആയിപ്പോയി. ഇപ്പൊ വീട് പോലും ബാങ്ക് കൊണ്ടുപോകേണ്ട വീടാണ് നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്നത്. ഈ മോളെ പ്രഗ്നന്റ് ആയ സമയത്ത് എല്ലാം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇവർക്കൊക്കെ ടെൻഷൻ അതായിരുന്നു, എങ്ങനെ ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ കുക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റൗണ്ട് ലിഗമെന്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പെയിൻ വരും. 4-ാം മാസം തൊട്ടിട്ട് പ്രസവവേദനയാണ്. എക്സാക്ട് പ്രസവവേദന ഒരു അരമണിക്കൂറൊക്കെ നിൽക്കും. ഞാനിങ്ങനെ ഇവരൊക്കെ ഞാൻ കരയുന്നത് ലേബർ റൂമിൽ കരയുന്ന പോലെ റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ തലകുത്തി നിൽക്കുന്ന പോലെ നിന്നിട്ടൊക്കെ ആയിരിക്കും കരച്ചിൽ. എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റൂല ആ പെയിന്. അപ്പൊ ഞാൻ എങ്ങനെ ഇനി ഈ കുട്ടീനെ ക്യാരി ചെയ്ത് എങ്ങനെ ഇത് കൊണ്ടുപോകും, എല്ലാം തകർന്നു എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ 1 സെക്കൻഡിന് പോലും ഞാൻ വില കൽപ്പിച്ചിട്ട് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ച് ഇനി അങ്ങോട്ട് എൻ്റെ മുന്നിലുള്ളത് 9 മാസക്കാലം. ഈ 9 മാസത്തിൽ 1 മാസം ഞാൻ എത്ര പൈസ ഉണ്ടാക്കണം. കാരണം എൻ്റെ മുമ്പിൽ എൻ്റെ ബേബി ഇനി വരാൻ പോകുന്നത് പലിശ ഇല്ലാത്ത ലോൺ ഇല്ലാത്ത വീട്ടിലേക്കായിരിക്കണം എന്നുള്ളത് ഞാൻ ആൾക്ക് വാക്ക് കൊടുത്തു. എൻ്റെ പ്രഗ്നൻസി നിങ്ങൾ ആരെയും ബാധിക്കില്ല. വേദന അടക്കം ഞാൻ സ്വയം സഹിച്ചോണ്ട് അത് ആർക്കും ഇതാക്കാൻ പറ്റൂല. പക്ഷെ ബേബി ഇല്ലാന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ജീവൻ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. സമൂഹത്തിന് മുന്നിൽ കുറെ നാണക്കേടൊക്കെ വരും. ഓരോരുത്തർ ഈ പട്ടി പ്രസവിക്കുന്ന പോലെ അല്ലെങ്കിൽ പന്നി പ്രസവിക്കുന്ന പോലെ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലല്ല നിൽക്കുന്നത്. അവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു രീതിയിലാണ് കാണുക. കുറെ കുട്ടികൾ ഉണ്ടെന്ന് വെച്ചാൽ 24 hours കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അതിനത്രയും വേണ്ടല്ലോ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ളവരാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ഈ മക്കളും കുട്ടികളാവുമ്പോൾ ഞങ്ങൾക്ക് എൻജോയ്മെന്റ്സ് കുറവായിരിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആൾക്കാർ അങ്ങനെ കാണൂല, അകവയ്ക്കില്ല. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ ഈ 9 മാസം കൊണ്ട് ഇത് തീർത്തതൊക്കെ? ഈ പറഞ്ഞ പോലെ
കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പെയിൻ വരുന്ന സമയത്ത് ആ സമയം ഇവരാരെങ്കിലും ചിലപ്പോൾ ചെയർ കൊണ്ട് കട്ട് ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും സംസാരിച്ച ഒരു വീഡിയോ ഇട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. ഈ കാണുന്ന ജനങ്ങൾക്കും എന്റെ ടൈമിന് വാല്യൂ ഉള്ള പോലെ തന്നെ അവരുടെ ടൈമിനും വാല്യൂ ഉണ്ട്. അപ്പൊ അവർ ആ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഞാൻ കൊടുക്കണം. അതൊരു റെസിപ്പി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടിപ്സ് ആണെങ്കിലും അത് കിട്ടണം. അപ്പോഴേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് എനിക്കൊരു ഇതുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണോണ്ട് ഒരു വീഡിയോയിൽ തന്നെ ഒരു റെസിപ്പി ഒന്നും ആയിരിക്കൂല, ഒരു 2, 3, 4 റെസിപ്പി ആയിട്ട് മൊത്തത്തിൽ അങ്ങനെ നമ്മുടെ ഫുൾ ഡേ അവർക്ക് കാണണം. റെസിപ്പി മാത്രം ഇട്ടാല് ചാനൽ അങ്ങനെ റീച്ച് ആവില്ല. കാരണം അവരെന്നിൽ കണ്ടത് ഓരോരുത്തരുടെ ചാനലും ഓരോ ഇഷ്ടങ്ങൾ പ്രിഫർ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പൊ എന്റെന്ന് പറയുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ കിട്ടണം. ഇപ്പൊ ലേഡീസ് എന്റെ ചാനൽ ഓണാക്കി വെച്ചിട്ടാണ് അവർ പണികൾ ചെയ്യുന്നത്. അവർക്ക് അതൊരു കേട്ടോണ്ട് ഇങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവരെ കമന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ തലയിറങ്ങി BP ലോ ആയിട്ട് തലയിറങ്ങി വീഴാനുള്ള അവസരങ്ങളുണ്ട്. ആ സമയത്ത് ഓടിപ്പോയി ബെഡിൽ കിടക്കുക. കുറെ പ്രഷർ എന്തോ വീണിട്ടുണ്ട്, തല കറങ്ങിയിട്ട്. പിന്നെ അതുപോലെ ഈ പെയിന് വരുന്ന സമയത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. പിന്നെ അപ്പോഴും സ്കൂളിലേക്ക് നേരത്തെ നമ്മൾ ഇതൊക്കെ ആക്കണമല്ലോ. ഇതിന്റെ കൂടെ തന്നെ ഷൂട്ടും ചെയ്യും. എന്തായാലും നമ്മുടെ ലൈഫ് അങ്ങനെ പോകുന്നുണ്ട്. സോ ഷൂട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പ്രോബ്ലം ഒന്ന് ഫിക്സ് ചെയ്ത് സമാധാനത്തിലൊന്ന് പിന്നെ എനിക്ക് കുറച്ച് മാത്രമൊക്കെ വീഡിയോസ് ഇട്ട് ഒന്ന് ഹാപ്പി ആയിട്ട് പോവാ അങ്ങനെ വിചാരിച്ച്. പക്ഷെ നമ്മളെന്താ ഹാർഡ് വർക്ക് ചെയ്താലും അതിന് റിസൾട്ടും കൂടെ പഠിച്ചോനാണ് തരേണ്ടത്. അത് അൽഹംദുലില്ലാ അത് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആയി. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു 2-3 മാസം ഡിലേ ആയി. മോള് വന്ന് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ലോണിലുള്ള എമൗണ്ട്. ഓരോ മാസവും ചിലപ്പോൾ 1 ലക്ഷം, ചിലപ്പോൾ 2 ലക്ഷം, അങ്ങനെ ചിലപ്പോൾ കൂട്ടി വെച്ചിട്ട് 5 ലക്ഷം ഒക്കെ ആക്കിയിട്ട് ആളുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം കെട്ടിയിട്ടു അവർ. ആ സമയത്ത് അടുത്ത് അത് കെട്ടണോ, നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ചാലോ, ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് പറഞ്ഞില്ല. നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചിലപ്പോൾ വരും, നമുക്ക് നോക്കാം, അപ്പൊ വീണ്ടും ലോൺ എടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡീലിങ് ഞാനും പഠിച്ചോനും തമ്മിലാ. എനിക്ക് ഏർണിങ്സ് വരുമാനം കറക്റ്റായി കിട്ടിക്കഴിഞ്ഞാല് ഞാനിത് അടയ്ക്കാന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് ആൾക്ക്. അപ്പൊ അത് തെറ്റിക്കാൻ പറ്റൂല, നിങ്ങളിത് അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലോസ് ചെയ്തതാണ്. എന്നിട്ട് കുറെ മാസം ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്ലോസ് ചെയ്തു എന്നുള്ളത്. സീക്രട്ട് ആയിട്ട് വെച്ചു. അത് പിന്നീട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസിലേക്ക് എത്തിക്കണ്ട. കാരണം എല്ലാരും ഈ വീഡിയോയിലൂടെ കാണുന്നത് നമ്മുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മുടെ എന്തോ കുറേ പൈസ ഉണ്ട്, എന്റെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കില്ല. ഞാൻ ഈ പൈസയൊക്കെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ടോ ഈവൻ ഒരു ഐബ്രോ പെൻസിൽ പോലും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. പ്രൊമോഷൻ വരുന്ന പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ആ പൈസയും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാല് ഈ കടത്തിലേക്ക് വെക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കും ഇവരിൽ കുറെ പൈസ ഉണ്ട്, അപ്പോൾ അവരുടെ പ്രോബ്ലംസിന് ഞാനൊരു സൊല്യൂഷൻ ആവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കാനൊക്കെ വരും. അപ്പൊ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവിടെ തീർന്നു. നമുക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഇവരെ കാണുന്നത് മൊത്തം ഹൈഫൈ ലൈഫാണ്. ഓക്കെ, അവൾക്ക് എന്താ തന്നാല് എന്നുള്ളതായിരിക്കുമല്ലോ. പിന്നെ കുറെ മാസം അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു. എനിക്ക് അങ്ങനെ പ്രോബ്ലം കൊണ്ട് ഫാമിലി തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കൊടുക്കുന്നുണ്ട്. ചാരിറ്റി ട്രസ്റ്റ് ഒക്കെ നമ്മളിപ്പോ വന്നപ്പോഴും കണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് കാറിൽ കുറെ സാധനങ്ങളൊക്കെ വെക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുണ്ട്, കുറച്ച് കൂടുതലല്ലേ. അപ്പോഴാണ് പറഞ്ഞത് ട്രസ്റ്റിലേക്ക് ഇവര് ഫാമിലിക്കുള്ള ഒരു 10-50 ഫാമിലിക്കുള്ള കൊടുക്കാൻ വേണ്ടി റെഡിയാക്കുക. ഞാൻ പ്രയാസപ്പെടുന്ന സമയത്ത് എനിക്കറിയാം നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പൊ അതുപോലെ പ്രയാസപ്പെടുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്ന് നമ്മൾ ആ സമയങ്ങളിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. പിന്നീട് അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളത് വീഡിയോയില് കാണിക്കാൻ തുടങ്ങി.